ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. വോട്ടിന് പണം നൽകാനെത്തിയെന്ന് ആരോപിച്ച് ബിജു രമേശിനെ തടഞ്ഞുവെക്കുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അരുവിക്കര വടക്കേമല പ്രദേശത്താണ് ബിജു രമേശിനെയും UDF പ്രവർത്തകരെയും തടഞ്ഞുവെച്ചത്. കോളനികളിൽ പണം നൽകാനാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ബന്ധു കൂടിയായ ബിജു രമേശ് എത്തിയത് എന്നാണ് ആരോപണം. അതിന്റെ വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, എന്താണ് വിശദാംശങ്ങൾ? സലീം. പ്രജിത്ത്, അല്പസമയം മുൻപാണ് അടൂർ പ്രകാശ് അരുവിക്കര ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ അരുവിക്കര വടക്കേമല എന്ന പ്രദേശത്ത് എത്തിയത്. അപ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഒരു കോളനി പ്രദേശമാണ്, ആ കോളനിയിലുള്ള ആളുകൾക്ക് പണം നൽകാനാണ്, വോട്ടിന് പണം നൽകാനായാണ് എത്തിയത് എന്നൊരു ആരോപണവുമായി ബിജു രമേശിനെ തടഞ്ഞു വെച്ചത്. അതേസമയം ബിജു രമേശ് അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധു കൂടിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പണം നൽകാനാണ് എന്നൊരു ആരോപണം ഉന്നയിച്ച് തടഞ്ഞു വെച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ഷൻ സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവ സ്ഥലത്തെത്തി. അതിനുശേഷം ഈ ബിജു രമേശിന്റെ കാറിലും ഒപ്പം തന്നെ വീട്ടിലും ഈ തൊട്ടടുത്തുള്ള ബിജു രമേശ് എത്തിയ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം അരുവിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം ഇരുവരെയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ ബിജു രമേശ് പറയുന്നത് സുരേഷ് എന്നയാളുടെ വീട്ടിലെത്തിയതാണ്, അതല്ലാതെ വോട്ടിന് പണം നൽകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സുരേഷ് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയാണ്. അങ്ങനെ ആ നിലയിൽ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ആരെയും പണം നൽകി വോട്ടിന് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ബിജു രമേശിന്റെ വാദം. അതേസമയം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിജു രമേശും സംഘവും ഈ പ്രദേശങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത് വോട്ടിന് പണം നൽകാൻ വേണ്ടിയും അടൂർ പ്രകാശിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്ന് ആരോപിച്ചാണ് ഏറെ നേരം ഇവരുടെ വാഹനം തടഞ്ഞു വെച്ചത്. റിജിത്ത്. മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.